ശ്രീ സജീവൻ, നേതൃത്വത്തിന് അങ്ങനെയും ഒരു കോൺഫിഡൻസിന്റെ സ്കോപ്പ് ഇതിനകത്തില്ലേ? നമ്മൾ നോക്കേണ്ട ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ളത് എ ഗ്രൂപ്പിനെ മാത്രം ശക്തിപ്പെടുത്താനുള്ള വാക്കുകളല്ല. അദ്ദേഹം ഐ ഗ്രൂപ്പിനെ കൂടി ഒരുമിച്ച് നിർത്തുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള ഈ സജീവൻ, എ ഗ്രൂപ്പിനേക്കാൾ കഷ്ടമല്ലേ ഐ ഗ്രൂപ്പിന്റെ സ്ഥിതി? അല്ല, ഐ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു അഫിലിയേഷൻ എങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തു? കെ സി വേണുഗോപാലിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വി ഡി സതീശനിലേക്ക് പോയിട്ടുണ്ട്, കെ സുധാകരനൊപ്പം പോയിട്ടുണ്ട്. അവിടെ രമേശ് ചെന്നിത്തല എന്ന നേതാവ് ഉണ്ട്, അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു വിഭാഗം മാത്രമായി ഇത് പരിമിതപ്പെട്ടില്ലേ? മറുഭാഗത്ത് ഐ ഗ്രൂപ്പിന്റെ സ്ഥിതിയോ? അതിന് കാരണം എന്താണ് നമ്മൾ നോക്കേണ്ടത്? കാരണം ഈ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ശേഷം ഗ്രൂപ്പിനെ നയിക്കാൻ, ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പോരാട്ടം പറ്റിയ നേതാക്കന്മാർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പലരും തങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷെ അതേ സമയത്ത് ഒരു നേതാവ്, ഒരു കുറച്ച് ആളുകൾ സജീവമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ സ്വഭാവം മാറും. നേരത്തെ കരുണാകരൻ എ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് വയലാർ രവിയെ ഇപ്പുറത്തേക്ക് ചാടിച്ചിരുന്നല്ലോ. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയാണ് വളരെ സജീവമായിട്ട് എ ഗ്രൂപ്പിനെ നിലനിർത്തിയത്. എന്തെല്ലാം പ്രശ്നങ്ങൾ കരുണാകരൻ കളിച്ചിട്ട് പോലും എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏകശില പോലെ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ ശക്തമായ നേതൃത്വമായിരുന്നു. അങ്ങനെ ഒരു നേതാവ്, ഞാൻ ചാണ്ടി ഉമ്മൻ അങ്ങനെ വരുമെന്ന് പറയുന്നില്ല, പക്ഷെ ഏതെങ്കിലും കുറച്ച് ആളുകൾ ഗ്രൂപ്പിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറും. തിരുവഞ്ചൂരിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന സ്വഭാവമുള്ള ആളുകൾ പോലും ഒരുപക്ഷെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ ആ ഗ്രൂപ്പിനെ നിലനിർത്താൻ ഉമ്മൻചാണ്ടിക്ക് ശേഷം വേറെ ആരും തയ്യാറായിരുന്നില്ല. അതിന് നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. പക്ഷെ അദ്ദേഹമായിരിക്കില്ല ഇത് നയിക്കുന്ന നേതാവ്. പക്ഷെ അങ്ങനെ വേണമെന്നുള്ള ചിന്ത എ ഗ്രൂപ്പുകാരിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ വേണമെന്നുള്ള ചിന്ത എ ഗ്രൂപ്പുകാരിൽ മാത്രമല്ല ഐ ഗ്രൂപ്പുകാരിലും ചാണ്ടി ഉമ്മൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് ഗ്രൂപ്പുകളെയും, എന്റെ പിതാവിന്റെയും ഒപ്പം നിന്ന ആളുകളെ, അതേപോലെ കെ കരുണാകരനൊപ്പം നിന്ന ആളുകളെ തഴയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ബോധം, ഇവിടെ ഗ്രൂപ്പുകൾ സജീവമായിരുന്നത് മറുപക്ഷം തങ്ങൾക്കേറെ പോരാട്ടം നടത്തുന്നു എന്നുള്ള, അല്ലാതെ തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ തോന്നലിലായിരുന്നല്ലോ. അതേപോലെ ഈ രണ്ട് ഗ്രൂപ്പുകളും ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ചാണ്ടി ഉമ്മൻ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമം ഇനി കുറെ കൂടി സജീവമായിട്ട് വരാനുള്ള സാധ്യതയാണ്. നിലവിലുള്ള നേതൃത്വത്തിന് നേരത്തെ ഉള്ളതുപോലെ ആളുകളെ ഇങ്ങനെ ഒപ്പം നിർത്താൻ, തിരുവഞ്ചൂരിനെ പോലെയുള്ള ആളുകളൊക്കെ ഒപ്പം കൂട്ടിയതുപോലെ നിലനിർത്താൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു കാര്യം കൂടിയുള്ളത്, ഈ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ളത് സുധാകരന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. ഒരു പക്ഷേ സുധാകരന് പിന്നിൽ, പഴയ ഐ ഗ്രൂപ്പുകാരനായ സുധാകരന് പിന്നിൽ ഇവരെല്ലാവരും കൂടി യോജിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനാണ് വളരെ സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.